ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ ഹോർലിക്സും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് എങ്ങോട്ടാന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നും നമുക്കൊരു ഓട്ടം ഉണ്ട്. എന്നത്തെയും പോലെ നാദർഷ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കൊടുത്തു. അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടികളെല്ലാം പിന്നീടൊന്ന് ആക്റ്റീവായി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കൊണ്ട് വണ്ടിയുടെ പിൻഭാഗം മൊത്തം ചെളിയായിരുന്നു. നമ്മൾ തൊട്ടടുത്തുള്ള പൂരിക്കടയിൽ കയറി പൂരിയും ബീഫും അങ്ങോട്ടൊന്ന് തട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പം കുട്ടികളും അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഓട്ടവും ചാട്ടവും കലാപരിപാടികളെല്ലാം തുടങ്ങി. വഴിയിലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ സൈഡിലോട്ടൊന്ന് വണ്ടി നിർത്തിക്കൊടുത്തു. എന്നിട്ട് കൂടെ വന്നവരെല്ലാവരും അത് ആസ്വദിക്കാൻ വേണ്ടി അങ്ങോട്ടത്തേക്ക് പോയി. ഈ നിൽക്കുന്ന കുട്ടികളെയും ഈ നിൽക്കുന്ന പയ്യനെയും ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. രണ്ടുപേരും അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പുള്ളി പാടിയ പാട്ട് ഒരുപാട് വട്ടം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ആ വ്യക്തി എന്ന് അറിയുന്നത് അവിടെ വന്നപ്പോഴായിരുന്നു. സരോജ റോജ റോജ ലേശമായൊരു ഭാഷാപേക്ഷ കണ്ണാലെ കൊല്ലാതെ നീ കൗതുകമുള്ളൊരു കാനനമാല മാപ്പിള തോന്നല്ലേ. സരോജ റോജ റോജ ലേശമായൊരു ഭാഷാപേക്ഷ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കുട്ടികളെയും കണ്ട് പരിചയമുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവരുടെ ഇമോജി കിഡ്സ്. പൊട്ടിയിരിക്കുന്ന തേങ്ങയിലെടുത്ത് കളി അടിക്കുന്ന തേങ്ങയ്ക്ക് ബുദ്ധിയുണ്ട് കേട്ടാ. ഞാൻ ആരോ ഏട്ടാ. സരോജയാണ് പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള സോങ്ങെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പേസും മഴയും അതുപോലെ തന്നെയാണ് കാമിനിയും. അടിപൊളിയാണ്, കേട്ടോണ്ടിരിക്കാൻ നമ്മളങ്ങ് മെൽറ്റായി പോകും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടും ഇവരെ കൂടുതൽ പരിചയപ്പെട്ടും കൂടുതൽ കമ്പനിയായും നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തിരിക്കുക. അങ്ങനെ തൊട്ടടുത്തുള്ള പമ്പിൽ കയറി വണ്ടിയിലോട്ടൊന്ന് ഫ്യൂലൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരെ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ആര്യ ഭവനിൽ നിർത്തി. എനിക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ഒരു പൊറോട്ടയിൽ ഞാനങ്ങ് ഒതുക്കി. കൂട്ടത്തിൽ നമ്മൾ നായികയാണ് തായി നിൽക്കുന്നത്. ഉള്ളതിൽ ചെറുതാണെങ്കിലും ഒരു കില്ലാടി തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. ഇന്ന് നമ്മുടെ കില്ലാടികളെല്ലാം ഇവിടെ നിന്നും കൊണ്ട് സൗദി അറേബ്യയ്ക്ക് പറക്കുക. അവർ സേഫായിട്ടോടെ ഇറക്കി വിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് നോക്കി വണ്ടി വിട്ടു. ഇവിടെ എത്തിയപ്പോൾ ട്രാവലർ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രാവലർ തന്നെ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് നാദർശം അറിയാമല്ല, എവിടെ പോയാലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ വണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്. ഈ സൺലൈറ്റിൽ ഈ വണ്ടി കാണാൻ എന്തൊരു രസമാണ്. എത്ര ഫോട്ടോസ് എടുത്തിട്ട് മതിയാവുന്നില്ല. അങ്ങനെ അവിടുത്തെ ഡ്രോപ്പും കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചുകൊണ്ടിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക. അങ്ങനെ നമ്മൾ നാടെത്തിയതിന് ശേഷം എന്നത്തെയും പോലെ വണ്ടി ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ശരി, ബായ്.